ഫാമിലി സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം, അതുപോലെ ജോയിൻറ്റ് ഫാമിലിയിൽ ഇൻലോസ് എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുമ്പോഴത്തെ അവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് പറഞ്ഞപ്പോൾ കോപ്പിംഗ് സ്കിൽ എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ അങ്ങ് സഹിച്ച് അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണോ നിർദ്ദേശിക്കുന്നതെന്നൊരു സംശയം തോന്നാം. ഒരിക്കലുമല്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ഗീവിങ്ങോ സജഷൻ ഗീവിങ്ങോ അല്ല. അതൊരു നീണ്ട ഒരു പ്രോസസ്സാണ്. നമ്മളുടെ അടുത്ത് ഒരാൾ പ്രയാസവുമായിട്ട് വരുമ്പോൾ അവർ ഇമോഷണലി ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഭയങ്കരമായിട്ട് അവരുടെ മനസ്സ് പല വികാരങ്ങളാൽ, സങ്കടം, നിരാശ, ദേഷ്യം, ഭയം, ഉത്കണ്ഠ, ഇങ്ങനെ പല രീതിയിലുള്ള ഇമോഷനിലാൽ അവരുടെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയാണ്. ആദ്യമേ ഇവരെ ഈ ഇമോഷനിൽ നിന്നും നമ്മൾ വിമുക്തമാക്കി മനസ്സിനെ സ്വസ്ഥമാക്കണം. മനസ്സിനെ സ്വസ്ഥമാക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങളെ ഹെൽത്തിയായ രീതിയിൽ ഡീൽ ചെയ്യാൻ അവർ പ്രാപ്തരാകുക. അവിടെ അവർ ചിലപ്പോൾ അവരവർക്ക് വേണ്ടി അസേർട്ടീവായിട്ട് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ല്, ഇനീഷ്യേറ്റിംഗ് സ്കില്ല്, ഇങ്ങനെ പലതും അവർ മനസ്സിലാക്കും. ചിലപ്പോൾ അവരുടേതായ ചില ആറ്റിറ്റ്യൂഡ്സും എക്സ്പെക്റ്റേഷനും ഒക്കെ മാറ്റേണ്ടതായിട്ടും വരാം. ഈ എല്ലാ രീതിയിലും അവരുടെ പ്രശ്നങ്ങളെ ഹെൽത്തിയായി ഡീൽ ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്ന സ്കിൽസിനെയാണ് കോപ്പിംഗ് സ്കിൽ എന്ന് പറയുന്നത്.